Child is a miracle from God, with each having their own way, make this world a beautiful place. Good morning, everyone. Agilakela Baladina Sakyam Tiruvalla Union members of Syrian Jacobite Public School are delighted to conduct Children's Day celebration this year. Children's Day is celebrated across India to increase awareness of the right, care and education of children. It is celebrated on 14 November every year as a tribute to the birthday of India's first Prime Minister, Jawaharlal Nehru. A child can always teach an adult three things: to be happy for no reason, to always be busy with something, and to know how to demand with all his might that which he desires. Paulo Coelho. Wishing all the amazing children of this world a happy Children's Day. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിറിയൻ ജാക്കോബൈറ്റ് പബ്ലിക് സ്കൂളിൽ നിന്നും ബിനിയ സാബു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വെർച്വൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ഈ കോവിഡ് കാലം തീർത്ത പരിമിതികൾക്കുള്ളിലും അഖില കേരള ബാലദിന സഖ്യം തിരുവല്ല യൂണിയനിലെ സഖ്യാംഗങ്ങൾ ഒന്നിക്കുന്നു. എന്തിനെന്നോ, ശിശുദിനാഘോഷത്തിനായി. ഈ അവസരത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം, ബാലദിന സഖ്യം തിരുവല്ല യൂണിയൻ ശിശുദിനാഘോഷം നടത്തുന്നത് സിറിയൻ ജാക്കോബൈറ്റ് പബ്ലിക് സ്കൂളിലെ സഖ്യാംഗങ്ങളുടെ നേതൃത്വത്തിലാണ്. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എൻ്റെ വിനീതമായ നമസ്കാരം. അഖില കേരള ബാലജന സഖ്യം തിരുവല്ല യൂണിയൻ ശിശുദിന ആഘോഷം തിരുവല്ല സിറിയൻ ജാക്കോബൈറ്റ് പബ്ലിക് സ്കൂൾ സഖ്യാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നു. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷയും യൂണിയൻ പ്രസിഡൻറ്റുമായ ഡാനിയ പി തോമസിനെയും ഈ പരിപാടിയുടെ ഉദ്ഘാടകയും പത്തനംതിട്ട മേഖല ബാലികാ വിഭാഗം കൺവീനറുമായ റിനേറ്റ് മേരി ജോണിനെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ടിറ്റോ എം ജോസഫ് സാർ, യൂണിയൻ രക്ഷാധികാരി വർഗീസ് മങ്ങാട് സാർ, ശാഖാ സഹകാരി ഇന്ദിര മിസ് എന്നിവരെയും വളരെയധികം ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൂടാതെ ഈ യൂണിയനിലെ മറ്റു ഭാരവാഹികൾ, സഖ്യാംഗങ്ങൾ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യൂണിയൻ രക്ഷാധികാരി വർഗീസ് ടി മങ്ങാട് സാർ, സിറിയൻ ജാക്കബൈറ്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ടിറ്റോ എം ജോസഫ് സർ, ഈ യോഗത്തിന്റെ ഉദ്ഘാടക മേഖല ബാലികാ വിഭാഗം കൺവീനറായ റിനേറ്റ് എം ജോൺ, ശാഖാ സഹകാരി ഇന്ദിര മാം, മറ്റ് യൂണിയൻ രക്ഷാധികാരികളെ, അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട സഖ്യം സുഹൃത്തുക്കളെ. നവംബർ 14 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും കുട്ടികളുടെ പ്രിയ തോഴനുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്ത്യയിലൊട്ടാകെ നാം ശിശുദിനമായി ഈ ദിവസം ആചരിച്ചു വരുന്നു. നാം ശിശുക്കളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും മുൻഗണന കൊടുത്ത് അവയെപ്പറ്റിയുള്ള അവബോധം വർദ്ധിപ്പിക്കുവാനായി നാം ഈ ദിനം ആചരിച്ചു വരുന്നു. അതിനാൽ തന്നെ അഖില കേരള ബാലജന സഖ്യത്തിന് ഈ ദിവസത്തോടുള്ള പ്രാധാന്യം വളരെ അധികമാണ്. ഭാരതീയർ ഇന്ന് ഈ ദിവസം നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുമ്പോൾ
UN പൊതുസഭയുടെ അംഗീകാരത്തോടുകൂടി അന്താരാഷ്ട്ര ശിശുദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 20 തീയതിയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ശിശുദിനത്തിന്റെ വിഷയം എന്നത് എല്ലാത്തിനും മുൻപേ കുട്ടികൾ എന്നതാണ്. നാം മലയാളികൾ എന്തിനു മുമ്പേ നമ്മുടെ ഭാവിയെ മുൻഗണന കൊടുക്കുന്ന നാം മലയാളികൾ ശിശുക്കളെ, ഭാവി വാഗ്ദാനങ്ങളായ ശിശുക്കളെ എല്ലാത്തിനും മുൻപേ നിർത്തണം എന്നത് വളരെ അധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പും അവരുടെ ഭാവിയെയും അവരുടെ ജീവിതത്തെയും മുൻഗണന കൊടുക്കണം. ശിശുക്കളുടെ സാധ്യതകളെ പുറത്തു കൊണ്ടുവരുവാനും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനുമായി തങ്ങളെ കൊണ്ട് ആകുന്നതെല്ലാം പരിശ്രമിക്കുന്ന അഖില കേരള ബാലജനസഖ്യത്തിന്റെ അംഗങ്ങളായ നാം ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിശുദിനത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. നമ്മുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. ശിശുക്കളിലൂടെ ഭാവിയെ കാണാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ശിശുക്കളെ റോസാപ്പൂക്കളോടുകൂടിയാണ് അദ്ദേഹം ഉപമിച്ചത്. കൂട്ടുകാരെ, നമ്മളേവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. The woods are lovely, dark and deep, but I have promised to keep and miles to go before I sleep, and miles to go before I sleep. റോബർട്ട് ഫോസ്റ്റിൻ്റെ വളരെ പ്രസിദ്ധമായ ഈ വരികൾ അദ്ദേഹം നമുക്ക് ജീവമന്ത്രമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നന്മയും സന്തോഷവും പടർത്തുക എന്നാണ് നമ്മൾ കുട്ടികളുടെ ലക്ഷ്യം. ബാലജനസഖ്യത്തിലൂടെ നന്മയുടെ മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടുതലാകുന്നു. നമ്മൾ കുട്ടികളുടെ വിജയമാണ് ബാലജനസഖ്യത്തിൻ്റെ വിജയം. മേഖലയുടെ ഓരോ പ്രവർത്തനങ്ങളിലും തിരുവല്ല യൂണിയനിലുള്ള അംഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന തനിമ കേരളപ്പിറവി മത്സരങ്ങളിൽ തിരുവല്ല യൂണിയനിൽ നിന്നുള്ള 3 പേർക്ക് സമ്മാനം ലഭിക്കുകയുണ്ടായി. അതിൽ 2 പേർ എൻ്റെ സഹപാഠികളാണ് എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷ നശിച്ച ലോകത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിക്കുക എന്ന ഈ വർഷത്തെ മോട്ടോയിൽ ഉറച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. Good morning, one and all, respected members of the Syrian Jacobite Social and Educational Society, my dear parents, dear teachers, and my dear students. Let me wish you a very happy Children's Day. Today, November 14th, all over the country we are celebrating as Children's Day. And it was so exciting for me when I came to know that under the banner of All Kerala Balajanasakham, students of Syrian Jacobite is conducting a lot of programs and they are coordinating it with the support of their teachers. The last 1 week I know that many of our students and teachers were so busy with coordinating all these programs. Congrats dear teachers and congratulations to dear students. So one word to children that dear students, dear children, this is the place where we will get strength in our life to face all the challenges that you will face in your future life, that you are going to face in your future life. This is the place where we have to show our multitask ability. And in short, I can tell that this is actually the 21st century life skills that demands from a student. In that point of view, when I analyze it, I'm so happy that you are achieving the targets that we teachers keeping in front of you. So congrats dear students, congratulations dear teachers, and thanks to dear parents for
the well support that you are giving to your students. Once again, thanks to all. At the same time, wishing you all a happy Children's Day. Thank you. അഖില കേരള ബാലജനസഖ്യം തിരുവല്ല യൂണിയൻ ഭാരവാഹികളെ, പ്രിയമുള്ള സഖ്യാംഗങ്ങളെ, ബഹുമാന്യരായ സഹകാരിമാരെ, അഖില കേരള ബാലജനസഖ്യം തിരുവല്ല യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈനായി ശിശുദിനം ആഘോഷിക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതിൽ പങ്കുചേരുന്ന എല്ലാ സഖ്യം ഭാരവാഹികളെയും സഖ്യാംഗങ്ങളെയും ആശംസകൾ അറിയിക്കുന്നു. ഈ വർഷം ഈ പ്രോഗ്രാം തിരുവല്ല വാരിക്കാട് സിറിയൻ ജാക്കബൈറ്റ് സ്കൂൾ ശാഖയുടെ നേതൃത്വത്തിൽ നടത്താമോ എന്ന് സഹകാരി ബഹുമാനപ്പെട്ട ഇന്ദിര ടീച്ചറോട് ചോദിച്ചപ്പോൾ വേണ്ട ക്രമീകരണം ചെയ്യാമെന്ന് അറിയിക്കുകയുണ്ടായി. അതിൻ പ്രകാരമാണ് ഈ വർഷത്തെ ശിശുദിനാഘോഷം ഓൺലൈനായി ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ സ്നേഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആണല്ലോ ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. രാജ്യസ്നേഹത്തിലും പൊതുജന സേവനത്തിലും അടിസ്ഥാനപ്പെട്ട ഒരു ഉത്തമ തലമുറയാണ് അഖില കേരള ബാലജനസഖ്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ദിനാഘോഷവും ഏറ്റവും അർത്ഥവത്താകേണ്ടത് സഖ്യാംഗങ്ങളായ നമ്മുടെ കടമയാണ്. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരിലൂടെയും നല്ല ഒരു സമൂഹ സൃഷ്ടി സാധ്യമാവണം. നമ്മുടെ താലന്തുകൾ പ്രദർശിപ്പിക്കാം, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാം, സാമൂഹ്യ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാം. ഈ പരിപാടിയുടെ ക്രമീകരണം നിർവഹിക്കുന്ന സിറിയൻ ജാക്കബൈറ്റ് സ്കൂളിലെ പ്രവർത്തകരോട്, യൂണിയൻ്റെ ഭാരവാഹികളോട്, സഖ്യാംഗങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ബാലജനസഖ്യം, ജയ് ഹിന്ദ്. ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശുഭദം ശിവചരിതം പാപഹരം നന്ദിമൃദംഗനിനാദതരംഗിത കൈലാസേശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം. സഫലമീ ജീവിതം പ്രേമപൂർണം, പാർവതീലോലനീ കരുണയാലേ. സഫലമീ ജീവിതം പ്രേമപൂർണം, പാർവതീലോലനീ കരുണയാലേ. തിരുജടയ്ക്കുള്ളിലിളകിയുണരുന്നു ലോകധാത്രിയാം ശിവഗംഗ, ലയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷസ്സിൽ നഭസ്സിലുയർന്നു മൃഗമത തിലകിത സുരജനമഖിലം ശിവദമൃത നടനധിരനതില്ലാന. ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശുഭദം ശിവചരിതം പാപഹരം നന്ദിമൃദംഗനി
നാദതരംഗിത കൈലാസേശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. നമസ്കാരം. ഇന്ന് നവംബർ 14 നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. അദ്ദേഹത്തിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ചാച്ചാജിയുടെ ജന്മദിനത്തിൽ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിരുന്നു മോത്തിലാൽ നെഹ്റു. ഒരിക്കൽ മോത്തിലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തിരുന്ന 2 പേനകളിൽ ഒന്ന് കാണാതെ. നമ്മുടെ കൊച്ചു നെഹ്റുവാണ് അതിൽ ഒന്ന് കൈക്കലാക്കിയത്. മോത്തിലാൽ നെഹ്റു ദേഷ്യത്തോടെ വീട് മുഴുവൻ തെരഞ്ഞിട്ടും ആ പേന കിട്ടിയില്ല. പിന്നീട് മോത്തിലാൽ നെഹ്റുവിന് മനസ്സിലായി തന്റെ മകൻ തന്നെയാണ് ആ പേന കൈക്കലാക്കിയിരിക്കുന്നത്. അന്ന് പിതാവിന്റെ കയ്യിൽ നിന്നും കൊച്ചു നെഹ്റുവിന് ഒരുപാടടി വാങ്ങേണ്ടി വന്നു. വേദനയും നാണക്കേടും കാരണം അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക്. ദിവസങ്ങളോളം മരുന്ന് തേച്ചിട്ടാണ് ആ വേദന പോയി കിട്ടിയത്. തന്റേതല്ലാത്തതൊന്നും കൈവശപ്പെടുത്തരുതെന്നും തെറ്റുകൾ മൂടിവെക്കാൻ ശ്രമിക്കരുതെന്നും എന്ത് തെറ്റ് സംഭവിച്ചാലും അത് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെന്നുമുള്ള വലിയ പാഠങ്ങളാണ് ഈ അനുഭവം കൊച്ചു നെഹ്റുവിന് നൽകിയത്. നമസ്കാരം. Good morning. I am Christy Marsh from Syrian Jacobite Public School studying in class 5. I welcome you all to the celebration of Children's Day. This day is dedicated to children to remember the work and love put in by our first Prime Minister, Pandit Jawaharlal Nehru. Jawaharlal Nehru was born on 14 November 1889. So, Children's Day is celebrated on 14 November every year to mark his birthday. Jawaharlal Nehru was very fond of children and he loved to spend time with them. So, the children called him Chacha Nehru and Chachaji. Jawaharlal Nehru also liked roses very much. So, today I will show you how to make a paper rose. Today I will show you how to make a paper rose. Things needed: red crepe paper, green color paper, white glue, pencil, stick and scissors.
Thank you for watching. എല്ലാ മഹത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ്ലിൻ രാജീവ്. സിറിയൻ ജാക്കോബൈറ്റ് പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ കളിത്തൊഴികളാകാൻ കൊതിക്കുകയും ചെയ്ത ചാച്ചാജിക്ക് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. മഹാമാരിയും പീമാരിയും തീർത്ത വിലക്കുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയ്ക്ക് വന്നു ചേർന്ന ഈ ശിശുദിനവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം തന്നെയാണ്. ശിശുദിനത്തിന്റെ തനിമയും അർത്ഥവും നഷ്ടപ്പെടാതെ തന്നെ ഓൺലൈനിൽ നമുക്ക് ശിശുദിനാഘോഷം ഗംഭീരമാക്കാം. അതോടൊപ്പം വിദ്യാലയത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തേത് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം തന്നെയാണ്. അതുപോലെ ഗുണാത്മകരമായ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ ആർജിക്കുന്നതിനുമുള്ള പര്യാപ്തമായ അന്തരീക്ഷം വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കണം. വ്യക്തിത്വ വികാസം, ശാരീരിക മാനസിക കഴിവുകളുടെ വികാസം, സർഗശേഷി വികാസം എന്നിവയുടെ പൂർണ്ണത നേടുന്നതിന് സാഹചര്യം വിദ്യാലയത്തിൽ വേണം. വിശ്രമാവസരങ്ങൾ ആസ്വദിക്കാനും പ്രയോജനപ്പെടുത്താനും പ്രായത്തിനനുസൃതമായ വിനോദ പരിപാടികളിൽ പങ്കെടുക്കുവാനും കഴിയണം. വിദ്യാഭ്യാസം നിഷേധിക്കൽ, ജോലി എടുപ്പിക്കൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം സ്കൂളിൽ ക്ലാസ്സിൽ മുഴുവൻ സമയവും അധ്യാപകന്റെയോ അധ്യാപികയുടെയോ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കളിസ്ഥലം, കളി ഉപകരണം ഇവയുടെ ലഭ്യത ഉണ്ടായിരിക്കണം. ആരോഗ്യപരമായ പരിസരവും ടോയ്ലറ്റ് അനുബന്ധ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ലബോറട്ടറി സൗകര്യങ്ങളും പഠന സാമഗ്രികളും പഠന ഉപകരണങ്ങളും വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കണം. ഈ കോവിഡ് കാലം വിദ്യാലയത്തിൽ എത്താൻ കഴിയാതിരിക്കുന്ന കുട്ടികൾ ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികളുടെ സ്വന്തം ദിനമായി ആചരിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം ശിശുദിനാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് കൃപായൻ സജി. ഞാൻ സിറിയൻ ജാക്കോബൈറ്റ് പബ്ലിക് സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അനുഷ പണിക്കരുടെ ചാച്ചാജി എന്ന കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലുന്നത്. ചുവന്ന പനിനീർ പൂച്ചൂടി ചുണ്ടിൽ മധുര ചിരി തൂകി നന്മ വിതച്ചൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. കുരുന്നു സ്നേഹം ചേർത്തു പിടിച്ചു കുഞ്ഞുങ്ങളുടെ ചാച്ചാജി, പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നായി കണ്ടു ചാച്ചാജി. കഷ്ടതയില്ലാത്തൊരു കുട്ടിത്തം ഇഷ്ടത്തോടെ നടത്തിടണം എന്നതു ചൊല്ലി ചാച്ചാജി, നമ്മുടെ പ്രിയനാം ചാച്ചാജി. ചിരിക്കുവാനും ചിന്തിക്കുവാനും നമ്മെ നയിച്ചൊരു ചാച്ചാജി, സ്വതന്ത്രമായൊരു ഭാരതനാടിനെ ആദ്യം ഭരിച്ചു ചാച്ചാജി. നന്ദി, നമസ്കാരം. ശ്രീ സജി പൂവക്കോടിന്റെ ആരു ഞാനാകണമെന്ന കവിത. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാവുക. വറ്റി വരണ്ടുവായി കീറിയ മണ്ണിന്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക. വെയിലേറ്റുവാടി തളർന്നൊരു ഭാന്തന്നു പായ് വിരിക്കും തണൽ മരമാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കുടയാവുക. വഴിതെറ്റിയുൾക്കടലിൽ ഇരുളിൽ കിതയ്ക്കുന്ന തോണിക്കു ദിശ തൻ വിളക്കാവുക. ഉറ്റവരെയാൾ കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരുന്നിന്നു തായാവുക. ആഴക്കയത്തിലേക്കാഴ്ന്നു താഴും
വയറെറിഞ്ഞാകെ വലഞ്ഞോനൊരുത്തന്നു പശിമാറ്റുമുരിയലിച്ചോറാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിനു കൂടപ്പിറപ്പാവുക. അറിവിന്റെ പാഠങ്ങളൊക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പുകയ്യാവുക. നിലതെറ്റി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരലിവിന്റെ നിഴലാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി, അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി, വളരാതെ ഒരു നല്ല മകനാവുക. छोटी छोटी बच्चे के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. छोटे छोटे बच्चों के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. Hello, I am Pandit Jawaharlal Nehru. I am the first Prime Minister of India. To be successful in life, what you need? Education. Jai Hind. छोटे छोटे बच्चे के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. छोटे छोटे बच्चों के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. छोटे छोटे बच्चे के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. छोटे छोटे बच्चों के अब है नेहरू चाचा, आज आपका जन्मदिन है ओ प्यारे चाचा. Good morning, all. It's my privilege to propose a vote of thanks speech and acknowledge the contribution of those who worked really hard to make this Children's Day celebration happen. I am Binia on behalf of Syrian Jacobite Public School and the entire fraternity of the institution. First of all, I extend my most sincere thanks to God Almighty for making today's event a resounding success. On behalf of my school, I extend a really hearty vote of thanks to Tiruvalla Union President Dania P. Thomas, Meghala Balika Vibhagam Convener Renate Mary John, who inaugurated this program, and I am immensely thankful to our Principal Tittu M. Joseph Sir, Tiruvalla Union Patron Varghese T. Mangad Sir, and the coordinator of this program Indra Miss, and other teachers for their efforts to make this event a successful one. Our sincere gratitude goes to all the students who participated in this event and to all the parents who supported and encouraged them. Thank you all and wish you a great day.